കോൺഗ്രസിൻ്റെ വീടിൻ്റെ പാർഷ്യൽ ലേഔട്ട് കൊടുത്ത് അതിൻ്റെ കറക്ഷൻ നോട്ടീസ് വന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്കകം, ചുരുങ്ങിയ ദിവസങ്ങൾക്കകം അതിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ആരംഭിക്കും. ഒന്ന്, നെല്ല് സംഭരണം മഴയ്ക്ക് മുമ്പേ സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അതിൻ്റെ മോണിറ്ററിംഗ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജുവും അതുപോലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററായിട്ടുള്ള ശ്രീ അനൂപ് ജേക്കബും അതുപോലെ കൃഷിമന്ത്രിയായ ഞാനും ഒന്നിച്ചിരുന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം വിളിച്ച് എവിടൊക്കെയാണ് പോരായ്മയുള്ളത്, ഗ്യാപ്പുള്ളത്, അത് മുഴുവൻ അനലൈസ് ചെയ്ത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി പല ജില്ലകളിലും കൊയ്യാനുള്ളതുണ്ട്, അതുപോലെ കൊയ്തതിന് ശേഷം പ്രൊക്യൂർ ചെയ്യാതെ കെട്ടിക്കിടക്കുന്നതുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസം കർഷകർക്കുണ്ടാകും എന്നുള്ളതുകൊണ്ട് അടിയന്തരമായി ടോട്ടലായി പ്രൊക്യൂർ ചെയ്യാനുള്ള നടപടിയെടുത്തു. മറ്റൊരു കാര്യം, നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് PRS റെസിപ്റ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പാഡി റെസിപ്റ്റ് ഷീറ്റ് നമ്മൾ പണത്തിന് പകരമായി കൊടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൽ PRS റെസിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ സിബിൽ സ്കോർ തകരുന്ന പ്രശ്നം അടക്കമുണ്ട്. അത് ഇനി അടുത്ത ഘട്ടത്തിൽ അതുൾപ്പെടെ പരിഹരിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതും ഗൗരവത്തോടു കൂടി ആലോചിക്കും. PRS റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസവും PRS റെസിപ്റ്റ് ഇഷ്യൂ ചെയ്ത ശേഷം വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള നടപടികൾ അത് ഒഴിവാക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെൽകർഷകർ അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ, ഈ പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്ട്രേഷൻ നടപടികളിൽ പങ്കാളിയാവാതെ എല്ലാ വർഷവും കുറേ കർഷകർ ബാക്കിയാവുക. അവസാനം പ്രത്യേക ഉത്തരവ് നൽകി അവരുടെ നെല്ല് മുഴുവൻ സംഭരിക്കേണ്ട സാഹചര്യം. അപ്പോൾ അഗ്രികൾച്ചർ ഡയറക്ടറോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം നെൽകർഷകർ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഡ്രൈവ് 100% ആക്കി മാറ്റാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിഷൻ ഡോക്യുമെൻ്റ് വരുന്നുണ്ട്, അതുപോലെ നയപ്രഖ്യാപനം വരുന്നുണ്ട്, ബഡ്ജറ്റ് വരുന്നുണ്ട്. അതെല്ലാം UDF സർക്കാരിൻ്റെ ഒരു പുതിയ കാർഷിക ദിശ കൃത്യമായി നിർവഹിക്കുന്ന ഒന്നായിരിക്കും. UDFൻ്റെ മാനിഫെസ്റ്റോയിൽ ഒരു കാര്യമുണ്ട്, കാർഷിക ബഡ്ജറ്റ് എന്നുള്ളത്. ഞങ്ങൾ അതിലേക്കുള്ള ഒരു പ്രയാണവും ആരംഭിക്കും. ഒന്ന്, ഫസ്റ്റ് ക്യാബിനറ്റിൽ തന്നെ മുണ്ടക്കൈ ചൂരൽമല വിഷയം ചർച്ച ചെയ്തു, സംസാരിച്ചു. ഞാനാണത് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഉന്നയിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി അത് ചർച്ച ചെയ്ത് അടുത്ത ക്യാബിനറ്റിലേക്ക് വെച്ചു. മൂന്നാമത്തെ ദിവസം ചേർന്ന ക്യാബിനറ്റിൽ വെച്ചുകൊണ്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റിയോട് ഇത് മുഴുവൻ പരിശോധിച്ച് റിപ്പോർട്ടാക്കി സർക്കാർ തലത്തിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ 3 അംഗ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി കൺവീൻ ചെയ്യുന്നത് സ്ഥലം MLA എന്ന രീതിയിൽ ഞാനാണ്. ബഹുമാന്യനായ വയനാട്ടുകാരൻ തന്നെയായിട്ടുള്ള KM ഷാജി അതിലുണ്ട്. പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ അതിലുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റി ഉടൻ വന്ന് മീറ്റിംഗ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങൾ 27 പ്രാഥമികമായി കണ്ടു, പക്ഷേ അന്ന് അവധിയായതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഏത് ഡേറ്റിന് കൂടാൻ പറ്റും എന്നുള്ളത് തിങ്കളാഴ്ച ഞങ്ങൾ ഫൈനൽ ചെയ്ത് ആ ദിവസം മുതൽ ഇതിൻ്റെ പ്രവർത്തനം ട്രാക്ക് ചെയ്യാൻ ഞാൻ കലക്ടറോട് സംസാരിച്ചിരുന്നു, ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിരുന്നു, KSDMAയുടെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിരുന്നു, മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തുറന്ന നടപടികളുണ്ട്. എവിടൊക്കെയാണ് ഗ്യാപ്പ്? 1, 2 തുടങ്ങാത്ത കാര്യങ്ങൾ, 3 പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ, മാനദണ്ഡത്തിൽ അപാകതയുണ്ടോ, ലിസ്റ്റ് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ, മെക്കാനിസം ഉണ്ടാവും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വീടിൻ്റെ പാർഷ്യൽ ലേഔട്ട് കൊടുത്ത് അതിൻ്റെ കറക്ഷൻ നോട്ടീസ് വന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്കകം, ചുരുങ്ങിയ ദിവസങ്ങൾക്കകം അതിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ആരംഭിക്കും. അതിൻ്റെ എല്ലാ നടപടികളും ആയി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട വനം മന്ത്രിയായിട്ട് കാഞ്ഞിരത്തേനലിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തു. അദ്ദേഹം അതിൽ പ്രത്യേകമായ താല്പര്യം എടുത്തു. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്.
പ്രത്യേക താല്പര്യമെടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് കലക്ട്രേറ്റിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേർന്ന് കാഞ്ഞിരത്തിനാൽ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ദിശ ആദ്യമായി ഉണ്ടാക്കി, ഒരു ബേസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, ആ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിൽ വനമന്ത്രിയും ഞങ്ങളും കൂടെ ഒന്നിച്ചിരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഞ്ഞിരത്തിനാൽ പ്രശ്നം പരിഹരിക്കാൻ എന്തെല്ലാം കഴിയുമോ അതിനുള്ള ശ്രമം നടത്തുക. സ്വാഭാവികമായിട്ടും കടക്കണമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ബദൽപാതയാണ്. ഒരിക്കലും വയനാടിൻ്റെ കാര്യത്തിൽ ഒരു നിരാശയുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു പടി മുന്നിലായിരിക്കും വയനാടിൻ്റെ കാര്യത്തിൽ. UDF സർക്കാർ പ്രത്യേക താല്പര്യമെടുക്കും.